ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനി നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് റവ ഇട്ട് കൊടുക്കണം. റവ അളന്ന അതേ കപ്പിൽ 1 കപ്പ് പുളിയില്ലാത്ത തൈരും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലോട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റ് 1/4 കപ്പ്, 1/4 കപ്പ് തക്കാളിക്ക, 1/4 കപ്പ് ക്യാപ്സിക്കം, 1/4 കപ്പ് സവാള, പിന്നെ 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലയും അതും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ റവയൊക്കെ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഈ മാവ് കുറച്ചുകൂടി ഒന്ന് ലൂസാണ്. അതിനുവേണ്ടി നമ്മൾ ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കണം. ഒത്തിരി അങ്ങ് ലൂസായി പോരുത് കേട്ടോ. അതാ ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിലുള്ളൊരു മാവ് വേണം തയ്യാറാക്കിയെടുക്കാൻ. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലോട്ട് ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. 2 നുള്ള ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടും. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കും. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട മാവൊക്കെ റെഡിയാക്കി എടുത്തു. ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിനുവേണ്ടി നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് കടുകും കുറച്ച് വെളുത്ത എള്ള പിന്നെ കുറച്ച് കറിവേപ്പില അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അതുപോലെ കാണാനും നല്ലൊരു ഭംഗിയുണ്ടാവും. ഇനി ഇതിലോട്ട് 2 തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി അങ്ങ് കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിക്കാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തൊരു 3 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സൈഡ് നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറു സൈഡും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറക്കാം. ഇപ്പോൾ ഇതിൻ്റെ മറു സൈഡ് നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കി നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതിയേ. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം.